രജൌരിക്ക് അടുത്ത് ദാംഗ്രി എന്ന ഗ്രാമത്തിലാണ് നമ്മൾ ഉള്ളത്. വലിയ ആക്രമണമാണ് കഴിഞ്ഞ രാത്രി ഈ മേഖലയിൽ ഉണ്ടായത്. ഷെല്ലിന്റെ വലിയ നീക്കങ്ങൾ, ഷെല്ലാക്രമണത്തിന്റെ വലിയ രൂപങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം നമുക്ക് എടുത്തു പറയാൻ. കാരണം അതിഭീകരമായ രീതിയിൽ തന്നെ കഴിഞ്ഞ രാത്രി ഈ മേഖലയിലേക്ക് ഷെല്ലുകൾ പറന്നെത്തി എന്താണ് യാഥാർത്ഥ്യം. നമ്മൾ നിൽക്കുന്ന ഈ വീടിന്റെ മുൻവശത്ത് കാണുന്ന ഈ കാഴ്ചകൾ ഇതെല്ലാം ഷെല്ലാക്രമണത്തിൽ തകർന്നതാണ്. ഇവിടെയാണ് വന്ന് ഷെല്ല് പതിഞ്ഞത്. ഈ കാറ് ഇതിനോട് ചേർന്നായിരുന്നു കിടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെ വന്ന് ഷെല്ല് പതിഞ്ഞ് അവിടെ വലിയ ആഘാതം ആ മേഖലയിൽ ഉണ്ടാക്കി. അതിനുശേഷം ഈ കാറിന്റെ ആ ഒരു സൈഡിലേക്ക് ആ ഷെല്ലാക്രമണത്തിന്റെ ആ ഒരു സ്ഫോടനത്തിന്റെ ശക്തിയിൽ കാറ് സൈഡിലേക്ക്, മതിലിന്റെ സൈഡിലേക്ക് തെറിച്ചു പോയി. നിറച്ചും നമുക്ക് പൊടി പിടിച്ച് കിടക്കുന്നത്. ഇത് മൊത്തം ഇവിടുത്തെ സിമന്റ് ഇളകിയതിന്റെ ആ സിമന്റിന്റെ പൊടികളാണ് കാറിൽ മൊത്തം കിടക്കുന്നത്. ഏറെക്കുറെ ഇതൊരു ഉപയോഗശൂന്യമായ കാർ ഇപ്പോൾ നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഈ വീട്ടുകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇവരുടെ സ്വന്തം കാറാണ്. ഈ കാറാണ് ഇത്തരത്തിൽ ഒറ്റ നിമിഷം കൊണ്ട് ഷെല്ലാക്രമണത്തിൽ ഇത്തരത്തിൽ വലിയ അപകടത്തിൽ, വലിയ നാശനഷ്ടത്തിലേക്ക് പോയിരിക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം. അത് മാത്രമല്ല, നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും ഈ വീടിനോട് ചേർന്നുള്ള ചെറിയൊരു മുറി പോലെ, അതായത് ഇവരുടെ ഭക്ഷണം ഉണ്ടാക്കുന്നു അതുപോലെ ചില സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നതുമായ ചെറിയൊരു മുറിയാണ് ഇത്. അത്തരത്തിൽ ആസ്പെറ്റോസ് മേഞ്ഞൊരു മുറിയാണ്. പക്ഷേ ഈ മുറിയിലേക്കൊക്കെ പ്രത്യേകിച്ച് ഇവിടെ വന്ന് ഇടിച്ചതിന്റെ ആഘാതത്തിൽ അതിന്റെ ഒരു ശക്തി നമുക്ക് നോക്കണമെങ്കിൽ പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഇതിന്റെ ഭിത്തികൾ ഇവിടെ നിന്ന് തകർന്നുകൊണ്ട് ഇത്തരത്തിൽ അവിടെ തകർന്ന് ഈ പിൻഭാഗത്ത് അതായത് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തേക്ക് വരെ, അതായത് ഇത്രയും ദൂരത്തേക്ക് വരെ അതിന്റെ ആഘാതമുണ്ടായി. ഇവിടുത്തെ ഈ സിമന്റ്, ഈ ഇഷ്ടിക കട്ടികളൊക്കെ, ഇഷ്ടികകൾ അടക്കം ഇവിടുന്ന് തെറിച്ചു പോകുന്ന കാഴ്ച. അത്ര ശക്തമായ രീതിയിലാണ് ഈ ഷെല്ലിന്റെ ആക്രമണം ഈ മേഖലയിലേക്ക് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഒരുപാട് ആളുകൾക്ക് ഈ മേഖലയിൽ വന്നിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം വീടിന്റെ ആ സൈഡിലേക്ക് പോയാൽ അവിടെയൊക്കെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഈ വീടിന്റെ ടെറസിലേക്ക് കയറുന്ന കോണിപ്പടിയിലും അതോടൊപ്പം തന്നെ മറ്റു പ്രദേശത്തൊക്കെ വലിയ തരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, തൊട്ടടുത്ത വീടുകളിലും സമാനമായ രീതിയിൽ തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. തൊട്ടപ്പുറത്ത് നിർത്തിയിട്ട വാഹനങ്ങൾക്ക് സമാനമായ രീതിയിൽ തന്നെ വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും എത്രത്തോളം ഈ മേഖല ചില്ലുകളും ഒക്കെ തകർന്നിട്ടുണ്ട്. ജനലിന്റെ ചില്ലുകൾ തകർന്നിരിക്കുന്നതോടൊപ്പം തന്നെ വലിയ പൊടിപടലങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഈ സിമന്റ് പാളികൾ, പ്രത്യേകിച്ച് ഇതൊരു കോൺക്രീറ്റ് തറയാണ്, കോൺക്രീറ്റ് മൂടിയ അല്ലെങ്കിൽ കോൺക്രീറ്റ് കൊണ്ട് തീർത്തിരിക്കുന്ന ഒരു മുറ്റമാണ്. ആ മുറ്റത്താണ് ഈ സംഭവം, ഈ ഈ ഷെല്ല് വന്ന് പതിച്ചത്. എന്താണെങ്കിലും വലിയ പ്രതിസന്ധി ഇതുണ്ടാക്കിയിട്ടുണ്ട് എന്താണ് യാഥാർത്ഥ്യം.